ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയുമായി ബന്ധപ്പെട്ട് സ്പീഷീസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സീരീസിൽ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡക്ക് സ്പീഷീസിനെയാണ് നമ്മൾ നോക്കുക. അതിൻ്റെ പേര് സ്മ്യൂ ഡക്ക് എന്നാണ്. സ്മ്യൂ ഡക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. മെയിൽ ഫീമെയിൽ വ്യത്യാസത്തിനനുസരിച്ച് അതിൻ്റെ കളറിൽ അല്ലെങ്കിൽ അതിൻ്റെ കളറിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ സ്മ്യൂ ഡക്ക് നമ്മൾ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു. നമുക്ക് ആ ന്യൂസിലേക്ക് ജസ്റ്റ് ഒന്ന് പോകാം. എ റെയർ ആൻഡ് എലൂസീവ് ഡക്ക് സ്പീഷീസ് വിസിറ്റ് കാശ്മീർ ആഫ്റ്റർ 116 years. 116 വർഷങ്ങൾക്ക് ശേഷം ഒരു റെയർ ആൻഡ് എലൂസീവ് ഡക്ക് നമ്മുടെ വൂളാർ ലേക്കിന്റെ ഏരിയയിൽ നമുക്കതിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ ഇതൊരു റെയർ സ്പീഷീസ് ആണ്. കൂടാതെ 116 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇതിനെ ഇന്ത്യയിൽ, പർട്ടിക്കുലർലി പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിൽ വൂളാർ ലേക്ക് റീജിയനിൽ നമ്മൾ ഇതിനെ സ്പോട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പൊ അതിലേക്ക് നമുക്ക് പോകാം. അത് കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. The smew is a species of duck and it is the only living member of the genus Mergellus. അപ്പോൾ മെർഗല്ലസ് ജനസിൽ ആകെ ഇപ്പോൾ ലിവിങ് മെമ്പർ ആയിട്ടുള്ളത് സ്മ്യൂ ഡക്ക് മാത്രമാണ്. അപ്പോൾ ഈ മെർഗല്ലസ് എന്ന് പറയുന്ന ജനസിൽ ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്ന, എക്സ്റ്റിങ്ക്റ്റ് ആകാതെ അവശേഷിക്കുന്ന ഏക മെമ്പർ സ്പീഷീസ് എന്ന് പറയുന്നത് ഈ സ്മ്യൂ ഡക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണെന്ന് കൂടി മനസ്സിലാക്കുക. ആൻഡ് ദിസ് സ്പീഷീസ് ഈസ് ഫൗണ്ട് ഇൻ യുറേഷ്യ ആൻഡ് നോർത്തേൺ ആഫ്രിക്ക. സാധാരണ നമുക്ക് ഈ പറയുന്ന യുറേഷ്യൻ റീജിയൻ, യൂറോപ്പിന്റെയും ഏഷ്യയുടെയും ഭാഗങ്ങളിലും നോർത്തേൺ ആഫ്രിക്കയിലും ഒക്കെ നമുക്ക് ഈ പറയുന്ന സ്മ്യൂ ഡക്കിനെ കാണാൻ കഴിയും. ഇതിന്റെ ബ്രീഡിംഗ് ഏരിയ പൊതുവെ നമ്മുടെ യൂറോപ്പിലെ ടൈഗ റീജിയൻ ആണ് എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതൊരു മൈഗ്രേറ്ററി സ്പീഷീസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ നമുക്ക് യുറേഷ്യയിലും അതുപോലെ തന്നെ നോർത്തേൺ ആഫ്രിക്കയിലും ഒക്കെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുക. ഇപ്പൊ 116 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കാശ്മീരിലെ വൂളാർ ലേക്കിന്റെ അവിടെയും നമ്മൾ ഇതിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. The smew ducks lives on fish rich lakes and slow rivers. അപ്പൊ ഇവര് പൊതുവെ ധാരാളം മീനുകൾ അവൈലബിൾ ആയിട്ടുള്ള ലേക്കുകളിലും അതുപോലെ തന്നെ അധികം വേഗതയില്ലാത്ത, സ്വിഫ്റ്റ് മൂവിങ് അല്ലാത്ത, വളരെ സ്ലോയിൽ മൂവ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒഴുക്ക് കുറഞ്ഞ റിവറുകളിലും ഒക്കെയാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുക. അപ്പം മൈഗ്രേറ്ററി സ്പീഷീസ് ആണ്. അവർ മൈഗ്രേറ്റ് ചെയ്ത് നമ്മുടെ യൂറോപ്പിന്റെയും ഏഷ്യയുടെയും മിക്ക ഭാഗങ്ങളിലേക്കും നോർത്തേൺ ആഫ്രിക്കയിലേക്കും ഒക്കെ എത്താറുണ്ട് എന്ന കാര്യം ഓർക്കുക. പൊതുവെ ഇതിന്റെ ബ്രീഡിംഗ് ഏരിയ എന്ന് പറയുന്നത് യൂറോപ്പിന്റെ നോർത്തേൺ സൈഡാണ്, ടൈഗ റീജിയനിലാണ് പൊതുവെ ഇവരുടെ ബ്രീഡിംഗ് നടക്കുക എന്ന കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. ആൻഡ് ഇറ്റ് നീഡ്സ് ട്രീസ് ഫോർ ബ്രീഡിംഗ്. ഇറ്റ് നെസ്റ്റ് ഇൻ ട്രീ ഹോൾസ് സച്ച് ആസ് ഓൾഡ് വുഡ്പെക്കർ നെസ്റ്റ്. അപ്പൊ ശ്രദ്ധിക്കുക, പൊതുവെ നമ്മൾ കണ്ടിട്ടുള്ള ഡക്ക് സ്പീഷീസ് എല്ലാം അവർ ജീവിക്കുന്ന വാട്ടർ ബോഡിയുടെ ഏരിയാസിലുള്ള ഏതെങ്കിലും മഡ് ഫ്ലാറ്റിലൊക്കെയാണ് പൊതുവെ നെസ്റ്റ്, അവരുടെ കൂടുകൾ ഒരുക്കുക. അവിടെയാണ് അവര് എഗ് ലേ ചെയ്യുക, മുട്ടയിടുക, അവിടെ അടയിരുന്ന് വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവുകയൊക്കെയാണ് ചെയ്യുക. പക്ഷേ നമ്മുടെ സ്മ്യൂ ഡക്സ് എന്ന് പറയുന്നത് ട്രീകളിൽ കൂടുവെച്ച് അവിടെയാണ് അവരുടെ ബ്രീഡിങ് നടക്കുക എന്ന കാര്യം ഓർക്കുക. അപ്പം മരംകൊത്തികൾ ഉണ്ടാക്കിയിട്ടുള്ള ഓൾഡ് വുഡ് പെക്കേഴ്സ് നെസ്റ്റുകളൊക്കെ സെലക്ട് ചെയ്ത് അതിൻ്റെ അകത്താണ് അവർ എഗ് ലേ ചെയ്യുന്നതും അവിടെയാണ് കുഞ്ഞുങ്ങൾ പിറക്കുന്നതൊക്കെ. അപ്പൊ സാധാരണ ഡക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ട്രീകളിൽ കൂടുകൂട്ടുകയും അല്ലെങ്കിൽ ട്രീ ഹോൾസിൽ കൂടുകൂട്ടുകയും അവിടെ മുട്ടയിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് ഈ സ്മ്യൂ ഡക്സ് എന്നുള്ള കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞു 116 വർഷങ്ങൾക്ക് ശേഷം വൂളാർ ലേക്ക് റീജിയനിലാണ് ഇതിനെ നമ്മൾ സ്പോട്ട് ചെയ്തത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. വൂളാർ ലേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ഏഷ്യ, ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കുകളിൽ ഒന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഇറ്റ് ഈസ് എ റാംസാർ സൈറ്റ്. റാംസാർ സൈറ്റിൽ വരുന്ന ഒരു വെറ്റ്ലാൻഡ് റീജിയൻ ആണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ജലം റിവർ ഈസ് ദ പ്രൈമറി സപ്ലയർ ഓഫ് വാട്ടർ ടു ദിസ് ലേക്ക്. ഈ വൂളാർ ലേക്കിലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്നത് പ്രൈമറിലി ജലം റിവർ ആണ്. ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആയ ജലം റിവർ ഡയറക്റ്റ് ഒഴുകി വൂളാർ ലേക്കിലേക്ക് വരുന്നുണ്ട്. അപ്പം വിത്ത് ദ ഹെൽപ്പ് ഓഫ് അറ്റ്ലസ് ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. വൂളാർ ലേക്കിന്റെ ലൊക്കേഷൻ നോക്കുക, ജലം റിവർ അതിലേക്ക് എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ഇത് UPSC പ്രീവിയസ് ഇയറിലും ഏതാണ്ട് ഈ ഒരു റീജിയനിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. സോ ഈ വർഷവും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. വൂളാർ ലേക്കിനെ കുറിച്ച് കൂടുതലായിട്ടൊന്ന് പഠിക്കാനായിട്ട് നോക്കുക. ഇനി
നമ്മുടെ സ്പ്യൂ ഡെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പോപ്പുലേഷൻ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒരു പ്രത്യേക ജനസിൽ ഇന്ന് ലിവിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പ്യൂ ഡെക്ക് മാത്രമാണെന്ന് പറഞ്ഞു. ഇതിൻ്റെ പോപ്പുലേഷൻ ആണെങ്കിൽ ഡ്രാസ്റ്റിക്കലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡ്രാസ്റ്റിക്കലി ഡിക്രീസിങ് ആണെങ്കിലും IUCN റെഡ് ലിസ്റ്റിൽ ഇപ്പോഴും ഇതിനെ ലീസ്റ്റ് കൺസേൺ ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക, കോൺട്രാഡിക്ടറി ആണ്. കാരണം ഇതിൻ്റെ പോപ്പുലേഷൻ വളരെ കുറവാണ്. ആ മെർഗല്ലസ് എന്ന് പറയുന്ന ജനസിൽ ആകെ ലിവിങ് മെമ്പർ എന്ന് പറയുന്ന നമ്മുടെ സ്പ്യൂ ഡെക്ക് മാത്രമാണ്. അതിൻ്റെ നമ്പർ ഡ്രാസ്റ്റിക്കലി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഈവൻ ദോ IUCN റെഡ് ലിസ്റ്റിലെ ലീസ്റ്റ് കൺസേൺ ലിസ്റ്റിലാണ് ഇപ്പോഴും ഇത് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടില്ല, നോട്ട് ലിസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. കീപ് ഗോയിങ്. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.